ഫിഫ വേൾഡ് കപ്പ് വരാൻ പോവുകയാണെന്ന് എല്ലാവർക്കും അറിയാം. സോ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ്. വേൾഡ് കപ്പ് ആയതുകൊണ്ട് നമ്മൾ ഇടുന്നു എന്നുള്ളൂ. വേൾഡ് കപ്പ് വരാൻ പോവുകയാണ്. ഇന്ന് ഇന്ത്യൻ സമയം 12:30 നമ്മുടെ മത്സരം ഉണ്ടാവും എന്നുള്ളതാണ്. മെക്സിക്കോയും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടുകൂടി ഫിഫ വേൾഡ് കപ്പ് 2026 തുടക്കമാവും എന്നുള്ളതാണ്. ജൂലൈ വരെയാണ് ഈ വേൾഡ് കപ്പ് ഉണ്ടാവുക. ആൻഡ് അടിപൊളിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ഇനി നമുക്ക് ആഘോഷങ്ങളുടെ രാവാണ്. സോ മെക്സിക്കോ വേഴ്സസ് സൗത്ത് ആഫ്രിക്ക മത്സരത്തോടു കൂടിയാണ് ഈ ഒരു വേൾഡ് കപ്പ് തുടങ്ങുക. വളരെ ആവേശകരമായൊരു വേൾഡ് കപ്പ് ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും. ഈ വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത് 3 ഇടത്ത് വെച്ചിട്ടാണ്. മെക്സിക്കോ, അമേരിക്ക അഥവാ USA, അതുപോലെ തന്നെ കാനഡ, 3 സ്ഥലങ്ങളിൽ വെച്ച് ആവേശകരമായ വേൾഡ് കപ്പ് നടക്കും എന്നുള്ളതാണ്. സോ നമുക്ക് കാണാം വേൾഡ് കപ്പിൻ്റെ ഷെഡ്യൂളുകളൊക്കെ ഇവിടെ കാണാമെന്നുള്ളതാണ്. നാളത്തെ മത്സരം ഗ്രൂപ്പ് എ തന്നെയുള്ള മത്സരമാണ്. അത് നമുക്ക് കാണാൻ പറ്റുന്നൊരു രീതിയിലാണുള്ളതെന്നുള്ളതാണ് ഐ തിങ്ക്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെ നമ്മുടെ മെസ്സി, റൊണാൾഡോ, നെയ്മർ കട്ടൗട്ടുകളൊക്കെ പൊങ്ങിയിട്ടുണ്ട് ഗൈസ്. പൊളിയാണെന്ന് പറയാം. ഭയങ്കര ഒരു ഉത്സവത്തിൻ്റെ ഒരു ഫീലാണ് എല്ലാവർക്കും ഉള്ളത്. ഇന്ന് തുടങ്ങുകയാണ്. അവസാനമായി നമ്മളറിയാം ഖത്തറിലാണ് വേൾഡ് കപ്പ് നടന്നത്. സോ നമ്മളെല്ലാം വെയിറ്റിംഗ് ആണ് ആര് വേൾഡ് കപ്പ് അടിക്കുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എൻ്റെ പേഴ്സണൽ ചോയ്സുള്ള ടീമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സ്പെയിനെയാണ് ഇത്തവണ സപ്പോർട്ട് ചെയ്യുന്നത് ഗൈസ്. സ്പെയിനാണ് എന്നുള്ളതാണ്. അതിന് വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ ഫുട്ബോളിൻ്റെ ഇതിൽ ഏറ്റവും കൂടുതൽ വേൾഡ് കപ്പ് കളിച്ച പ്ലേയേഴ്സിൻ്റെ ചിത്രങ്ങളാണ് നിർത്തുന്നത്. റൊണാൾഡോ, മെസ്സി, അപ്പോൾ തന്നെ മെക്സിക്കോയുടെ ഗോൾ കീപ്പറായിട്ടുള്ള ഒച്ചോവയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒച്ചോവയുടെ ഐ തിങ്ക് ഒച്ചോവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് കപ്പിൻ്റെ കാര്യമാണ്. ഇപ്പം ഫുട്ബോൾ ഒന്നും ഫോളോ ചെയ്യാത്ത ഒരാളാണ് എങ്കിലും ഒച്ചോവനെ അറിയാൻ മതിയാവും. വേൾഡ് കപ്പ് മാത്രം കണ്ടാൽ മതി. കിടിലൻ ഗോൾ കീപ്പറാണെന്ന് പറഞ്ഞ കാര്യത്തിൽ സംശയമുണ്ട്. മെക്സിക്കോയുടെ ലെജൻഡാണ്. ആൻഡ് നാളെ സൗത്ത് കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലായിരിക്കും പോരാട്ടം. നമ്മളെന്തായാലും വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. മെസ്സി, റൊണാൾഡോ, നെയ്മർ ഇവരൊക്കെ അണിനിരക്കുകയാണ്. അവരുടെയൊക്കെ അവസാനത്തെ ലോകകപ്പായിരിക്കും എന്നാണ് പറയുന്നത്. മെസ്സി, റൊണാൾഡോ, നെയ്മറിൻ്റെയൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ റൊണാൾഡോൻ്റെ എന്തായാലും അവസാനത്തെ ലോകകപ്പാണ്. മെസ്സിൻ്റെതും ഏറെക്കുറെ. നെയ്മറിൻ്റെത് അത്രയും ആയോ എന്ന് എനിക്ക് സംശയം. നെയ്മർ വിരമിക്കരുതെന്നാണ് എൻ്റെ ആഗ്രഹം. അടുത്ത വേൾഡ് കപ്പിലും കൂടി നെയ്മറിനെ കാണണം. പിന്നെ ഞാൻ എൻ്റെ ഒരു സെക്കൻഡ് ടീമായിട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും സ്പെയിന് കഴിഞ്ഞ് ഞാൻ ഉറുഗ്വേയിനെയാണ്. ഉറുഗ്വേയിനെ നമുക്കറിയാം, ലോകത്തെ ആദ്യത്തെ വേൾഡ് കപ്പ് അടിച്ച ടീമാണ് ഉറുഗ്വേയ്. കേരളത്തിൽ അത്ര വലിയ ഫാൻ ബേസ് ഒന്നും ഉണ്ടാക്കാൻ ഉറുഗ്വേയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അതിപ്പോൾ മോഡേൺ ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ടാണ്. ഒരു 90-80 ഈ അർജൻറ്റീനക്കൊക്കെ ഇത്രയും ഫാൻസ് വരാൻ കാരണം തന്നെ മെയിനായിട്ട് 90-80 വേൾഡ് കപ്പ്, അതായത് 86 ആയിരുന്നോ 80 ആണോ കറക്റ്റ് ഓർമ്മയില്ല. അതായത് ആ സമയത്തുള്ള വേൾഡ് കപ്പ് ആണ് നമ്മൾ മലയാളികൾ എന്തായാലും ഇന്ത്യയിൽ സംപ്രേഷണം ചെയ്ത ആദ്യത്തെ വേൾഡ് കപ്പ്. അതിനു മുന്നേ അധികം വീടുകളിലൊന്നും ടി വി ഇല്ല. ആ സമയമാകുമ്പോഴാണ് ടി വിയൊക്കെ വന്ന് എല്ലാവരും ടി വിയൊക്കെ ഒന്ന് കാണാൻ തുടങ്ങി. സോ ആ ടൈമിൽ ആദ്യമായിട്ട് എല്ലാവരും കണ്ട വേൾഡ് കപ്പും 1986. സോ അന്ന് മറഡോണയായിരുന്നു അല്ലേ വേൾഡ് കപ്പ് അടിച്ചത് മറ്റേ അർജൻറ്റീനയ്ക്കായിട്ട്. സോ അതുകൊണ്ട് തന്നെയാണ് അർജൻറ്റീനയ്ക്ക് ഒരു വലിയൊരു ഫാൻ ബേസ്. ആ വർഷത്തിന് ശേഷമുള്ള കപ്പടിച്ചവർക്കാണ് കൂടുതൽ ഫാൻ ബേസ്. കേരളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. അപ്പം ഇറ്റലിന് ശേഷം അടിച്ചു. പക്ഷേ ഇറ്റലിക്ക് ഇപ്പോൾ കാര്യമായ ഫാൻ ബേസ് ഒന്നും ഞാൻ എന്തായാലും കാണുന്നില്ല. പക്ഷേ ഉറുഗ്വേയുടെ കാര്യത്തിൽ ഉറുഗ്വേ ഒരു വേൾഡ് കപ്പ് അടിച്ചിട്ട് 75-78 വർഷം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അവസാനത്തെ വേൾഡ് കപ്പ് ഉറുഗ്വേ ബ്രസീലിനെ തകർത്തുകൊണ്ട് നേടിയ വേൾഡ് കപ്പാണ് 1950. മരക്കാനെ ദുരന്തം എന്നൊക്കെ അറിയപ്പെടുന്നത് ആ ഫൈനലാണ്. സോ ഉറുഗ്വേ കപ്പടിക്കണം എന്നും ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ സ്പെയിനോ. ഈ രണ്ട് ടീമാണ് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നിങ്ങൾ പറയാം. എന്തായാലും ഉത്സവത്തിൻ്റെ ടൈമാണ് ഗൈസ്, ആഘോഷിക്കുക ഗൈസ്.